സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്നത് മെഡുല ഓബ്ലാങ്കേറ്റയാണ്. മെഡുല ഓബ്ലാങ്കേറ്റ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഓസോൺ പാളി ഏത് പാളിയിലാണ്? ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഇരുമ്പ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. അടുക്കുശിലകൾ എന്ന് അറിയപ്പെടുന്നത്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാലോ ദാദാബായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ദാദാബായ് നവറോജി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. 1809 ജനുവരി 11. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം നിയമാവകാശമായിട്ട് മാറ്റിയത്. ഇപ്പോൾ സ്വത്തവകാശം ഏത് തരത്തിലുള്ള അവകാശമാണ് എന്ന് ചോദിച്ചാൽ നിയമപരമായ അവകാശമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണി നദിയാണ്. ശിരുവാണി നദി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? BR അംബേദ്കർ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നത് R. ശങ്കർ. R. ശങ്കർ. R. ശങ്കർ ആരംഭിച്ച പത്രമാണ് ദിനമണി. ദിനമണി എന്ന പത്രം ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ R. ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കർ ആരംഭിച്ച പത്രമാണ് ദിനമണി എന്ന പത്രം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ? ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണിയാണ്. PJ ആന്റണി. വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം? വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദി പത്രത്തിലാണ്. മിതവാദി പത്രം. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം? 2012. 2012 പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തത്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? ബേക്കേഴ്സ് എസ്റ്റേറ്റ്. കുമരകം പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി.
കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. പീച്ചി. ഏത് വർഷമാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ചത് 1961 1961. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ആര്? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. വർഷം 1997. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധു ശ്രീ ഗുള്ളർ. സിന്ധു ശ്രീ ഗുള്ളർ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ അമർത്യ സെൻ ആണ്. അമർത്യ സെൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ദിനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും ചെറിയത് പൂക്കോട് തടാകമാണ്. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് ആണ് വ്യത്യാസപ്പെടുന്നത്. 4 മിനിറ്റ്. ലാവ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. ഐസോട്ടോപ്പുകൾ കണ്ടെത്തിയത് ഫെഡറിക് സോഡിയാണ്. ഫെഡറിക് സോഡി. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാടാണ്. വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ ഏത്? ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1950 ജനുവരി 26. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭ. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടിയാണ് എവറസ്റ്റിന്റെ നിലവിലെ ഉയരം. 8848.86 മീറ്റർ. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഭൂഗുരുത്വാകർഷണ ബലം. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? പീക്ക് 15 എന്നും അറിയപ്പെട്ടിരുന്നത് എവറസ്റ്റ് ആണ്. എവറസ്റ്റ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 4 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്ന പഞ്ചവത്സര പദ്ധതി 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്കിലാണ്. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് എന്ന് ചോദിച്ചാൽ വിദ്യാവിലാസിനിയാണ്. കേരളത്തിന്റെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപിയാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം ഏതാണ്? താപനില ഏറ്റവും കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് വാണിജ്യവാദമാണ് മരുഭൂമിയുടെ സൃഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? ആസാമിലാണ്. ആസാം.
യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർക്കോമ. സാർക്കോമ ബാധിക്കുന്നത് യോജക കലയെയാണ്. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? കപില എന്നും അറിയപ്പെടുന്നത് കബനി നദിയാണ്. കബനി നദിയാണ് കപില എന്നും അറിയപ്പെടുന്നത്. മൾബറി കൃഷി ഏത് പേരിൽ അറിയപ്പെടുന്നു? മൾബറി കൃഷി മോറികൾച്ചർ എന്നറിയപ്പെടുന്നത് മൾബറി കൃഷിയാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? സേതു സമുദ്രം പദ്ധതി പാക് കടലിടുക്കിലാണ്. പാക് കടലിടുക്ക്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126 ആണ്. 126. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? നിരോക്സീകരണം സംഭവിക്കുന്നത് കാഥോഡിലാണ്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളമാണ്. കേരളം കായിക വിദ്യാഭ്യാസം. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അറിയപ്പെടുന്നത്. ഗന്ധം തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയാണ് അനോസ്മിയ. അനോസ്മിയ എന്നത് എന്താണ്? ഗന്ധം തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ, അനോസ്മിയ. തിളയ്ക്കുന്ന വെള്ളത്തിന്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? തിളയ്ക്കുന്ന വെള്ളത്തിന്റെ ചലനം ക്രമരഹിത ചലനമാണ്. ക്രമരഹിത ചലനം. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം. ബോൾ ആകൃതിയിലുള്ളത് ഫുള്ളറിനാണ്. ഫുള്ളറിൻ. കാർബണിന്റെ ബോൾ ആകൃതിയിലുള്ള രൂപാന്തരമാണ് ഫുള്ളറിൻ. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം 1792. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത് 1792 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. തീരസമതലങ്ങളിലുടനീളം സാന്നിധ്യമുള്ള മണ്ണിനം ഏത്? തീരസമതലങ്ങളിലുടനീളം സാന്നിധ്യമുള്ള മണ്ണിനം എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. മാഷ് ടെസ്റ്റ് ഏതിന്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? മാഷ് ടെസ്റ്റ് ആഴ്സനിക്കിന്റെ സാന്നിധ്യം നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് മാഷ് ടെസ്റ്റ്. കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? കുലീനവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 18ാം ഗ്രൂപ്പ്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ളയാണ്. ജസ്റ്റിസ് പരീതു പിള്ള. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത്. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെയാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു ഹണ്ടിങ്ടൺ രോഗം. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി. 1 പൈസ നിക്ഷേപം. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതിയാണ് 1 പൈസ നിക്ഷേപം. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജിയായത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടി. ഇന്ത്യ ചരിത്രത്തിൽ സെന്റ് ഹെലീന ആക്ട് എന്നറിയപ്പെടുന്നത്. സെന്റ് ഹെലീന ആക്ട് 1833 ചാർട്ടർ നിയമമാണ് ഇന്ത്യ ചരിത്രത്തിൽ സെന്റ് ഹെലീന ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് സാലിം അലിയാണ്. സാലിം അലി. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം രചിച്ചത്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം രചിച്ചത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ. ശക്തി, മുക്തി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? ശക്തി, മുക്തി എന്നിവ തക്കാളിയുടെ ഇനങ്ങളാണ്. തക്കാളി. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേര്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വം.
സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വം ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനമാണ്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് വിമോചന സമരം മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെന്റ് അംഗം ആനി മസ്ക്രീൻ. രാജ്യസഭാംഗമായ ആദ്യ കേരളീയ വനിത ലക്ഷ്മി എൻ മേനോൻ. മാലക്കണ്ണ് ഡാഷ് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നു. മാലക്കണ്ണ് ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നു. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? മലബാർ സിമന്റ് ഫാക്ടറി വാളയാറിലാണ്. വാളയാർ. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഡെങ്കിപ്പനി. GST കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രി. ഏത് വിറ്റാമിന്റെ രാസനാമമാണ് കാൽസിഫെറോൾ? വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം എപ്പിഗ്ലോട്ടിസ് അഥവാ ക്ലോമപിതാനമാണ്. ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി. ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? വക്രരേഖാചലനമാണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അവസാനത്തെ ചോദ്യം, കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.